കേരളത്തിൽ 3-ൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് പറയാം. ഫാറ്റി ലിവർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക ഇത് ലിവറിൻ്റെ ഒരു പ്രശ്നമാണല്ലോ, ഹാർട്ട് റേറ്റ് ഇതിന് യാതൊരു കണക്ഷനും ഇല്ലാതാണ്. എന്നാൽ ഫാറ്റി ലിവർ ഹൃദയാരോഗ്യത്തിൻ്റെ ഒരു വാണിംഗ് സിഗ്നലാണ്. ഒരു ഇലക്ട്രിസിറ്റി പവർ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ പവർ പ്ലാന്റ് 2 വീടുകൾക്ക് കറണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു വീട് കൂടുതലായിട്ട് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, അത് ഓവർ ഹീറ്റ് ആവുന്നുണ്ട്, ഒരുപാട് മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ കറണ്ട് കണക്ഷനുള്ള മറ്റേ വീട്ടിലും ചിലപ്പോൾ ഈ കറണ്ടിന്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെയാണ് ഹാർട്ടും ലിവറും കണക്റ്റഡ് ആണ്. ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു കെമിക്കൽസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. കൊഴുപ്പ്, ഷുഗർ, നീർക്കെട്ട്, ടോക്സിൻസ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ ഈ ലിവറിൽ കേടുവരികയാണെങ്കിൽ, ഫാറ്റി ലിവർ സംഭവിക്കുകയാണെങ്കിൽ ആദ്യം സംഭവിക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അത് കാരണം ഷുഗറിന്റെ സ്പൈക്കുകൾ കൂടാൻ തുടങ്ങും. ഇത് രക്തധമനികൾക്ക് കേടുണ്ടാക്കും. രണ്ടാമത്തത് സ്മോൾ LDL എന്ന് പറയുന്ന ഒരു പ്രത്യേക ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുത്തനെ കൂട്ടാൻ തുടങ്ങും. അത് രക്തധമനികളിൽ പോയിട്ട് അടിഞ്ഞുകൂടും. മൂന്നാമത്തത് ക്രോണിക് ഇൻഫ്ലമേഷൻ, അതായത് വിട്ടുമാറാത്ത നീർക്കെട്ട് രക്തധമനികളിൽ ഉണ്ടാക്കും. നാലാമത്തത് രക്തം കട്ട പിടിക്കുന്ന ആ ഒരു മെക്കാനിസം, അത് ചിലപ്പോൾ താളം തെറ്റും. ഇതും ഹാർട്ട് അറ്റാക്കിന്റെയും സ്ട്രോക്കിന്റെയും സാധ്യത കൂട്ടും. പഠനങ്ങൾ കാണിക്കുന്നത് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഹാർട്ടിന്റെ അസുഖം വരാനുള്ള സാധ്യത 64%, സ്ട്രോക്ക് വരാനുള്ള സാധ്യത 50%, വിട്ടുമാറാത്ത നീർക്കെട്ടുണ്ടാവാനുള്ള സാധ്യത 40%. അതുകൊണ്ട് ഫാറ്റി ലിവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് വിധേനയും അത് കുറച്ചേ മതിയാവുള്ളൂ. അതിനായിട്ട് വെയിറ്റ് കുറക്കുക, പഞ്ചസാര ഒഴിവാക്കുക, മദ്യപിക്കാതിരിക്കുക, മെഡിറ്ററേനിയൻ ഡയറ്റ് ഉപയോഗിക്കുക, എക്സർസൈസ് ചെയ്യുക. ഫാറ്റി ലിവറിൽ നിന്ന് പലപ്പോഴും നമുക്ക് തിരിച്ച് നോർമലാക്കാൻ സാധിക്കും.